ഇത് നമ്മൾ കോർഗിന്റെ ഒരു ട്രിക്ക് തന്നെയാണ് കാണാൻ. അതുപോലെ 2-3 ടോണുകൾ നമുക്ക് വെച്ച് നമ്മൾ ലെയറുകൾ ചെയ്ത് എങ്ങനെയാണ് പെർഫോമൻസ് ഉണ്ടാക്കുക. ബാക്കിങ്ങിനായിട്ട് ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ഒരു ലൂസർ ടോണുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ പെർഫോമൻസ് എന്നുള്ള ഒരു സെക്ഷൻ തന്നെ നിങ്ങൾക്ക് കോർഗ് കീബോർഡുകളിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ മിക്സ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നോക്കാം. അപ്പോൾ നമ്മൾ 2-3 ടോണുകൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള നല്ല സെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വോളിയം തന്നെയാണ് കാണാൻ സാധിക്കുക. ആ വോളിയം സെക്ഷനിൽ നമുക്കിവിടെ ഹലോ ഫ്രണ്ട്സ്, കീട്രിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ എന്ത് ട്രിക്കാണ് കാണാൻ പോകുന്നതെന്നായിരിക്കും അല്ലേ? ഇന്ന് നമ്മൾ കോർഗിന്റെ ഒരു ട്രിക്ക് തന്നെയാണ് കാണാൻ പോകുന്നത്. കോർഗിന്റെ ടോൺ എഡിറ്റ് ആണ് ഇന്ന് നമ്മുടെ വീഡിയോയുടെ വിഷയം. അപ്പൊ കോർഗിന്റെ ടോൺ എഡിറ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി 2 വീഡിയോ ചെയ്തു കഴിഞ്ഞു. നമ്മുടെ സെറ്റ്സ് എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ യൂസർ ടോണുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 2 വീഡിയോ കാണാത്തവർക്കായി വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഉണ്ട്, അതുപോലെ ഐകാർഡിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക. അപ്പോൾ യൂസർ ടോണുകൾ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞു. ആ യൂസർ ടോണുകൾ വെച്ച് നമ്മൾ ലെയറുകൾ ചെയ്ത് എങ്ങനെയാണ് പെർഫോമൻസ് ഉണ്ടാക്കുക. പെർഫോമൻസ് എന്നുള്ളൊരു സെക്ഷൻ തന്നെ നിങ്ങൾക്ക് കോർഗ് കീബോർഡുകളിൽ കാണാൻ സാധിക്കും. ആ പെർഫോമൻസുകളിലേക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ടോണുകൾ ആഡ് ചെയ്യുന്നത്. അത് 2-3 ടോണുകൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള നല്ല റിസൾട്ട് ലഭിക്കും. അപ്പോൾ പല ടോണുകളും മിക്സ് ചെയ്തു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല രീതിയിൽ എങ്ങനെ മിക്സ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലെ വിഷയം. അപ്പോൾ ഈ ടോൺ എഡിറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് റോളണ്ട്, യമഹ, കോർഗ് എന്നൊന്നുമില്ല. ടോണിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കോർഗ് ടോൺ എഡിറ്റിംഗ്, യമഹ ടോൺ എഡിറ്റിംഗ് അങ്ങനെയൊന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്. കമ്പനിക്ക് അനുസരിച്ച് ടോണിന് ചെറിയ ചെറിയ ഡിഫറൻസും വ്യത്യാസവും ഉണ്ടെങ്കിലും നമ്മുടെ ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപോലെ തന്നെയാണ്. അതിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ യമഹയുടെ ടോൺ എഡിറ്റിങ്ങിനെ കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, കോർഗിനെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കുക. എല്ലാം കാണാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ടോണിനെ കുറിച്ച് കുറച്ചും കൂടി ബ്രീഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒരു എളുപ്പപ്പണി ഞാൻ ചെയ്തേക്കാം. ഞാൻ എൻ്റെ ടോൺ എഡിറ്റിങ്ങിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുമല്ലോ. ഇനി അപ്പോൾ നമുക്ക് അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. എങ്ങനെയാണ് യൂസർ ടോണുകൾ ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് അത് മിക്സ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പം അതിനായി നമുക്ക് ആദ്യം ഒരു ടോണ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നല്ലൊരു ടോണ് ഞാനിവിടെ ഒരു ഗ്രാൻഡ് പിയാനോ സെലക്ട് ചെയ്യുകയാണ്. അതുപോലെ 2-3 ടോണുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ 3 ടോണുകൾ ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 ടോണുകൾ ഞാനിവിടെ സെലക്ട് ചെയ്തു. അതുപോലെ നമുക്കിവിടെ ബാക്കിങ്ങിനായിട്ട് ലെഫ്റ്റ് ഹാൻഡ് വേണമെങ്കിൽ ഒരു ടോണും കൂടി സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ്. അതും കൂടി നമുക്ക് സെലക്ട് ചെയ്യാം, ഡാർക്ക് പാഡ്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുക. ഇത്തരം സെക്ഷനുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വോളിയം എന്നുള്ള സെക്ഷൻ. അപ്പോൾ വോളിയം എന്നുള്ള സെക്ഷൻ നിങ്ങൾ വോളിയം ഒക്കെ കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് നമ്മൾ വോളിയം ഒക്കെ എങ്ങനെ വേണമെങ്കിൽ അതിന് കണക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അടുത്തതായി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ മെനു എന്നുള്ള ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മിക്സർ ട്യൂണിംഗ് എന്നുള്ള സെക്ഷൻ കാണാൻ സാധിക്കും. അങ്ങനെ മിക്സർ ട്യൂണിംഗിൽ സെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വോളിയം തന്നെയാണ് കാണാൻ സാധിക്കുക. ആ വോളിയം സെക്ഷനിൽ നമുക്കിവിടെ ഓരോ സെക്ഷനായിട്ട് കാണാൻ സാധിക്കും. ഡ്രൈ ലെവല്, അതുപോലെ പാൻ, അതായത് ഓരോ ടോണും നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പാനിങ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ കുറച്ച് മനോഹരമായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അവിടെ നിങ്ങൾക്ക് ഈ 3 സെക്ഷനിന്റെയും വോളിയംസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ വോളിയം ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വോളിയംസ് നിങ്ങൾക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ 4 എണ്ണത്തിന്റെയും വോളിയം അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻസെർട്ട് എഫക്ട്സുകൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ എഫക്ട്സ് സെൻഡ് അതും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. ഓരോ സെക്ഷനിലും എഫക്ട്സ് സെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ EQ ഗെയിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഹൈ, മിഡ്, ലോ, ഇതുകൾ ഹൈ ഗെയിൻ ഉണ്ട്, മിഡ് ഗെയിൻ ഉണ്ട്, ലോ ഗെയിൻ ഉണ്ട്. അപ്പോൾ ഹൈ ഗെയിനും മിഡ് ലൈനും ഒക്കെ നമുക്ക് ഇതുപോലെ 2 രീതിയിൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഡയൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വാല്യൂസ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നല്ല രീതിക്ക് അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും
ലോവർ, അപ്പർ 3 ടു അപ്പർ 1. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോൺ, സെക്കൻഡ് ടോൺ, തേർഡ് ടോൺ. അപ്പൊ ഈ ടോണിന്റെ EQ ഗെയിലിംഗ് ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ EQ കൺട്രോളിംഗിൽ ഇൻപുട്ട് ട്രിം ആണ്, അതായത് നമ്മൾ കൊടുക്കുന്ന ആ ഇൻപുട്ടിന്റെ ഒരു പവർ എങ്ങനെയാണ് എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ അതും നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷൻ ഉണ്ട് ഇവിടെ, ട്യൂണിംഗ് സെക്ഷൻ. അപ്പൊ ഈ ഒരു സെക്ഷനെ കുറിച്ചൊക്കെ, ഈ എല്ലാ സെക്ഷനും, ട്യൂണിംഗ് സെക്ഷൻ എന്താണ്, ഈ സെക്ഷനൊക്കെയാണ് ഞാൻ യമഹയെ കുറിച്ച് നല്ല ബ്രീഫ് ആയിട്ടുള്ള ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലെല്ലാം ഈ സാധനങ്ങളെല്ലാം സെയിം ആണ്. അപ്പൊ ജസ്റ്റ് അതും കൂടി ഒന്ന് കണ്ടതിന് ശേഷം, അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും വോയിസിന്റെയും ടോൺസിന്റെ ഒക്കെ ഒരു ഡിഫറൻസ്, ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് എന്ന്. അപ്പോൾ ഇവിടെ ട്യൂണിംഗ് ഉണ്ട്. അങ്ങനെ ഇത്രയും സെക്ഷനുകൾ നിങ്ങൾക്ക് ഇവിടെ മിക്സർ ട്യൂണിംഗ് എന്നുള്ള സെക്ഷനിൽ കാണാൻ സാധിക്കും. ഇത്രയും സെക്ഷനുകളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പിന്നെയും കാണാൻ സാധിക്കും ഇവിടെ മാസ്റ്റർ ഇഫക്റ്റ് എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അപ്പൊ ഇഫക്റ്റ് സെക്ഷനുകളിൽ നമുക്ക് എങ്ങനെയാണ് ആ ടോണിന്റെ ഇഫക്റ്റുകളാണ്, ആ ഇഫക്റ്റുകൾ നമുക്ക് മാറ്റി കൊടുക്കാം. ഇഫക്റ്റുകൾ മാറ്റി സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്താൽ ഇങ്ങനെ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത് എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നല്ലൊരു രീതിയിലുള്ള വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് കീബോർഡ് സെറ്റ് ടു ലൈബ്രറി, അല്ലെങ്കിൽ റൈറ്റ് കീബോർഡ് സെറ്റ് ടു സ്റ്റൈല്, അങ്ങനെ അല്ലെങ്കിൽ കറണ്ട് സ്റ്റൈൽ സെറ്റിംഗ്സ്, അങ്ങനെ 3 സെക്ഷനാണ് സാധിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ല രീതിക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് കീബോർഡ് സെറ്റ് ടു ലൈബ്രറി എന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ പേര് ചോദിക്കും. അപ്പോൾ നിങ്ങളൊരു പേരിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പേര് കൊടുക്കുകയാണ്. അതുപോലെ നമുക്ക് എവിടെ ഇത് വേണം എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഒരു കാലി സ്ഥലത്തേക്ക് ഇത് ചെയ്യുക. ഇനി ഓക്കെ കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ ആ സെറ്റ് അവിടെ സേവ് ആയി കഴിഞ്ഞു. അങ്ങനെയാണ് നമ്മൾ 3 ടോണുകളൊക്കെ മിക്സ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പെർഫോമൻസിൽ നമ്മൾ കാണുന്ന ടോണുകൾ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കറക്റ്റായിട്ട് യൂസർ ടോണുകൾ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് വലിയ എഡിറ്റിംഗ് ഒന്നും വേണ്ടി വരില്ല. നമുക്ക് നമ്മുടെ വോളിയം മാത്രം ഒന്ന് കറക്റ്റായിട്ട് ലെയറുകളുടെ വോളിയം മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും നല്ല സൂപ്പർ പെർഫോമൻസ് കിട്ടുവാൻ. ഇത് നമ്മുടെ അവസാനത്തെ ഒരു ടിപ്പാണ്. യൂസർ ടോണുകൾ എഡിറ്റ് ചെയ്യുന്നത് വീഡിയോ കാണാത്തവർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒന്ന് പോയി കാണുക. എന്നിട്ട് നല്ല സൂപ്പർ ടോണുകൾ നിങ്ങൾ തന്നെ ചെയ്ത് എടുക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നിരവധി അറിവുകളും ട്രിക്കുകളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ലഭിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ആ സബ്സ്ക്രൈബ് ഒന്ന് ഉറപ്പാക്കും. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി എല്ലാം ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുന്നവരെ ഇസ്മി സുനു സൈനിങ് ഓഫ്. ബൈ.